ഗൈസ് നമുക്ക് തമിഴ്നാട്ടിൽ പോയി ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചാലോ? എനിക്ക് മുന്തിരി ജ്യൂസ് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമുക്ക് തമിഴ്നാട്ടിൽ പോയി നമ്മുടെ ഫാമിലിയായിട്ട്, എൻ്റെ ഫാമിലിയായിട്ട്, നമ്മുടെ ഫാമിലിയായിട്ട് പോയി മുന്തിരി ജ്യൂസ് കുടിച്ചിട്ട് വരാം. ബാ. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോട്ടെ, ബസ്സിൽ കയറിയപ്പോട്ടെ എല്ലാവർക്കും ഭയങ്കര ഛർദ്ദിലായി. ഹോസ്പിറ്റലിൽ നിന്നുള്ള എൻട്രിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാനുള്ള ഞാൻ എല്ലാവരും വിളിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഞാൻ കൈ കഴുകാൻ പോവാണ്. കൈ കഴുകാൻ പോയപ്പോൾ അവിടെ ഞാൻ അതൊരു സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പോകുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നത് എന്താ ഇവിടെ നിൽക്കുന്നത് നോക്കി. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഫൈനലായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. അടിപൊളി റോഡാണ് ഗൈസ്. ഇവിടെ പണ്ടോ മരങ്ങളൊക്കെ അടിപൊളി മരങ്ങളൊക്കെ തരിശ് ഭൂമികളാണ് കൂടുതലുള്ളത്. ഭയങ്കര സ്മൂത്തായിട്ട് പോകും. മൈൻഡ് ഇടയ്ക്ക് കുറച്ച് ആട്ടിൻകുട്ടികൾ, നല്ല അടിപൊളി ആട്ടിൻകുട്ടികൾ നമ്മുടെ വട്ടഞ്ചാടി നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുന്തിരി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് തമിഴ്നാട്ടിലെ മുന്തിരി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ബീച്ചിൽ വന്ന് ബീച്ച് അടുക്കത്തെ വെയിലാണ്. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബീച്ചിൽ വെള്ളമുണ്ട്. നമ്മുടെ ബീച്ചിൽ വെള്ളമുണ്ടോ? ഇല്ലെന്നോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ബീച്ച് അവിടെ മൊത്തം കാണിക്കണം. എനിക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ മുഖത്ത് കയറുമെന്നാണ് ഇഷാനോട് പറയുന്നത്. ഇഷാൻ നമ്മുടെ ക്യാമറമാനാണ്. ഞാൻ മരത്തിൻ്റെ മുഖത്ത് കയറാൻ പോവാണ്. എനിക്ക് ചൂടെടുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുഖത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്നൊരു 10 മിനിറ്റ് ഉറങ്ങിയെന്ന് പറഞ്ഞ സത്യമാണ്. അവിടെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര രസമുണ്ട്. പിന്നെ ഞാനവിടെ കുരങ്ങനെ പോലെ ഇങ്ങനെ താങ്ങി ഞങ്ങൾ ചാടി കളിച്ച് ഈ വെയിൽ കണ്ടോ? വെയിൽ അടിപൊളി, ക്ലൗഡൊക്കെ കണ്ടോ? അടിപൊളി സീനറിയാണ്, അടിപൊളി വെയിലുമാണ്. നമ്മളവൻ ലാസ്റ്റ് മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഭയങ്കര വെയിൽ. ഞാൻ തോർത്ത് കെട്ടി ടവലൊക്കെ കെട്ടിയാണ് പോകുന്നത്. അപ്പുറത്തെ ഇരിക്കുന്നതാണ് ക്യാമറമാൻ ഇഷുദേ. നമ്മൾ മുന്തിരിത്തോട്ടത്തിലോട്ട് ഫൈനലായിട്ട് എത്തിയിരിക്കുകയാണ്. കുറേ പേരുണ്ട് നമ്മുടെ കുറേ ഫാമിലിയുണ്ട്, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാമിലിയുണ്ട്. മുന്തിരി കഴിക്കാൻ, മുന്തിരി ജ്യൂസ് കുടിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുന്തിരിത്തോട്ടത്തിനടുത്ത് എൻട്രി നടത്തുവാണ്, പോകുവാണ്. നമ്മൾ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലായിട്ട് മുന്തിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ആണ്. ഫാമിലിയായിട്ട് ഒരിക്കലും വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട് വരെ ഇവിടെ വന്ന് മുന്തിരി ജ്യൂസ് കുടിക്കാൻ ഒരു ഭ്രാന്തുണ്ടെന്ന്. ചെറിയ ഭ്രാന്തനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് അടുപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. ആഹാ, വാട്ട് എ ഫീൽ ഗൈസ്. ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ഇവൾ വീണ്ടും എൻ്റെ കൂടെ ഒട്ടിപ്പിടിക്കുകയാണ്. ഇവളെ വ്ളോഗിൽ വേണം എന്നൊരു ഇവളൊരു കുരിപ്പാണ് ഗൈസ്. അത്യാവശ്യം ഒരു കുരിപ്പാണ് ഇവളെ. അപ്പോൾ ഞാൻ ഇവളെ തള്ളി മാറ്റിയിട്ട് ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചിട്ട് എൻ്റെ ഡ്രീം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവൾ മുന്തിരി ജ്യൂസ് കുടിക്കുന്നത് ഇവരുടെ സ്വന്തം പൈസക്ക് ഞാൻ ഇവർക്ക് മുന്തിരി ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത്, എൻ്റെ വകക്ക് ഇവർക്ക് മുന്തിരി ജ്യൂസ് എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്ത്, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്ത്. ഇതാണ് ഓഹോയ് മുന്തിരി പാക്കറ്റ് 1 കിലോ വാങ്ങിച്ചിട്ട് പോകുന്ന ദൃശ്യമാണ് ഈ കാണാൻ സാധിക്കുന്നത്. വീണ്ടും മുന്തിരിത്തോട്ടം. ആഹാ, അടിപൊളി മുന്തിരിത്തോട്ടമാണ് ഗൈസ്. ഞാൻ ഇവിടെ ഇനി അടുത്തൊന്ന് കുപ്പി കാണാൻ മാങ്ങ കാണാൻ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ച വെയിലാത്തത് ഇതാണ് നമ്മുടെ എൻട്രി. ഇതാണ് നമ്മുടെ കയറിയപ്പോൾ ഞാൻ പുറത്തോട്ട് കയറി വന്നത്. ഹോയ് ഓഹോ, ഇത് നമ്മൾ അടിപൊളി ക്യാമറ പകർത്തിയ അടിപൊളി ദൃശ്യമാണ്. കുറേ അടിപൊളിയായിട്ടുള്ള കൗസ്, കുറേ അടിപൊളിയായിട്ടുള്ള പശുക്കൾ ഇങ്ങനെ കൂട്ടം കൂടത്തായിട്ട് നടന്നു പോകുന്ന ദൃശ്യമാണ്. അടിപൊളി ദൃശ്യമാണ്. അവരെല്ലാവരും ഒത്തൊരുമ നിങ്ങൾ കാണാൻ സാധിക്കണം. അടുത്തായിട്ട് നമ്മളെ വാഴയാണ്. ഞാനിവിടെ കുറേ ഉണ്ട്, നമ്മളിവിടെ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ റോട്ടിൽ കൂടി പോകുമ്പോൾ അടിപൊളിയായിട്ട് കുറേ വാഴത്തോട്ടങ്ങൾ കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ടൂറിന് പോകുമ്പോൾ കുറച്ചെങ്കിലും പൈസ നിങ്ങളുടെ കയ്യിൽ, അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ പൈസ വേണം. അല്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ നിൽക്കേണ്ടി വരും. മറ്റുള്ളവർ കുടിക്കുന്ന കണ്ട് കഴിക്കുന്ന കണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും.